എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഷോർട്സ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ലോങ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു നമുക്കൊരു പുതിയ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഡെലിവറിയും കാര്യങ്ങളൊന്നും പോകുന്നില്ല. ഡെലിവറിയെല്ലാം ഇപ്പോൾ 2 ഡ്രൈവർമാരുള്ളതുകൊണ്ട് അവർ രണ്ടുപേരും ഡെലിവറിയും കാര്യങ്ങളെല്ലാം കൊടുത്തോളും. ഇന്ന് കമ്പനിയുടെ അകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് പറയുന്നത്. ആക്ച്വലി നമുക്ക് കുറേ ദിവസങ്ങളെത്തിയിട്ട് ഒരു പുതിയൊരു വർക്ക് വന്നിട്ടുണ്ട്. ഇച്ചിരി വലിയ വർക്കാണ്, ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്ന വർക്കാണ്. കുറേ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കർക്കിടകമൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ മാരേജ് ഫങ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ ഈ മാരേജ് കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കർക്കിടകം സംബന്ധിച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഏകദേശം ഒരു 1 വീക്കായിട്ട് നമുക്ക് മാരേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വർക്കുകളെല്ലാം കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ കമ്പനികളകത്ത് നമുക്ക് ഡ്രയറൊക്കെ വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് നോയ്സും ഉണ്ടാവും. പറയുന്നതും ചിലപ്പോൾ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നേരെ കമ്പനിയുടെ എല്ലാം കമ്പനിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പോൾ നമ്മൾ നേരെ കമ്പനിയുടെ അകത്തേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ഡെലിവറിക്ക് പോകുന്ന 2 വണ്ടികളാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. മറ്റേ നമ്മുടെ പുതിയ വണ്ടിയാണ്. അതിപ്പോൾ ടെസ്റ്റിൻ്റെ സമയമൊന്നും ആയിട്ടില്ല. ആ വണ്ടി വന്നിട്ട് മാക്സിമം 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ കമ്പനിയുടെ അകത്തേക്ക് കയറുവാണ്. കമ്പനിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറേ വർക്കുകൾ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. കുറേ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാനുള്ളതുണ്ട്, ഡെലിവറി പോകാനുള്ളതുണ്ട്, അങ്ങനെ എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വർക്ക്. ഇത് കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ വാഷ് ചെയ്ത് ഇറങ്ങി. നമുക്കിത് വർക്കിംഗ് പ്രോസസ്സിങ് ടൈം വളരെ കുറവാണ്. മാക്സിമം 1 വീക്കാണ് ടൈം തന്നിരിക്കുന്നത്. അതായത് ഈ 2-3 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഡെലിവറി പോകണം. നമ്മളതുകൊണ്ട് ഇത് വാഷിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വർക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ഇവിടെ കുറേ നാളായി തോന്നുന്നു വാഷ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കച്ചടയുണ്ട്, കരിമ്പനുണ്ട്, കറകൾ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്ന ടൈമിൽ കൊടുക്കാൻ പറ്റുമെന്ന് സംശയമാണ്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ ഇതേപോലെ ചരട് കെട്ടിയിട്ടേക്കുവാണ്. ഈ ചരട് അഴിച്ചു മാറ്റണമെങ്കിൽ തന്നെ വേണം നമുക്ക് നല്ലൊരു സമയം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചരടുകൾ അഴിച്ചു മാറ്റി ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി വർക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബായി ഇവിടെ നിന്നിട്ട് അയണിങ് ചെയ്യുന്നുണ്ട്. ഹോട്ടൽ ലോണ്ടറി ഇന്ന് പോകാനുള്ള ബെഡ്ഷീറ്റുകൾ സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് അയൺ ചെയ്ത് അവരടക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കട്ടൻസിൻ്റെ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. കട്ടനെല്ലാം അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പില്ലോ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഇവരിങ്ങി പാക്ക് ചെയ്ത് ഹോട്ടൽ സെക്ഷൻ ഇന്ന് വൈകുന്നേരം 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഹോട്ടലിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് വണ്ടി പോകും. പിന്നെ ഇന്നിപ്പോൾ കുറച്ച് പുതിയ വർക്ക്, ഇന്ന് ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം വർക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വർക്കുകൾ എടുക്കൽ കുറച്ചേക്കുമാണ്. പിന്നെ ഹോട്ടലിൻ്റെ ബെഡ്ഷീറ്റുകൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണി തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതാണ്. ഇതിൻ്റെ അകത്തിപ്പോൾ സീലിംഗ് ക്ലോത്ത് ഉണ്ട്, വലിയ സീലിംഗ് ക്ലോത്തുകൾ. ഇത് കണ്ടോ, അതിൻ്റെ സൈസ് കണ്ട് മടക്കി വെച്ചിരിക്കുന്ന സൈസ് കാണുമ്പോൾ മനസ്സിലാവും. റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഇതെല്ലാം ഇന്ന് പോകാനായിട്ട് ഡെലിവറി പോകാനായിട്ടുള്ള റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതാണ്. അത് ഡെക്കറേഷൻ ടീമിൻ്റെ വർക്കാണ്. ഇതൊരു കാറ്ററിംഗ് യൂണിറ്റിൻ്റെ വർക്കാണ്. പിന്നെ ഇതെല്ലാം ബാത്ത് ടവലുകൾ സെപ്പറേറ്റ് ചെയ്ത് മടക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് പോകാനുള്ളതാണ്. ടവലുകൾ ഡ്രയറിൽ നിന്ന് എടുത്ത് ചൂട് പോകാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഈ മെഷീൻ യൂസ് ചെയ്യുന്നത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. ഇന്നിപ്പോൾ ഈ മെഷീൻ ഇപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളിലെത്തി ഈ മെഷീൻ യൂസ് ചെയ്യണം. കാരണം വർക്ക് ലോഡ് കൂടാകുമ്പോൾ തന്നെ നമുക്ക് 2 മെഷീൻ ഉപയോഗിക്കണമല്ലോ. പിന്നെ ആ ഡ്രയർ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. സൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ ആ ഡ്രയർ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഇത് വാഷിംഗ് സെക്ഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്കുള്ള സീലിംഗ് ക്ലോത്ത് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷിങ് കഴിഞ്ഞു. സ്പിന്നിങ് ഇനി ഇത് സ്പിൻ ചെയ്യാൻ കാരണം ഇപ്പോൾ ബ്ലൂ എല്ലാം ആഡ് ചെയ്ത് നല്ല ഒരു നീല കളറ്, ഇതേപോലെ ബ്ലൂ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലത്തെ നീല കളർ വരും കേട്ടോ. നീല കളറ് വരുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, സ്പിന്നറിൻ്റെ അത് തുണിയുണ്ട്. സ്പിൻ ചെയ്ത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അടുത്ത വാഷിങ്ങിന് ഉള്ള ലോഡിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയ സമയമായതുകൊണ്ട് മെഷീനുകളെല്ലാം ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു കസ്റ്റമറിൻ്റെ കുറച്ച് കട്ടൻസ് വാഷ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവരുടെ മാറ്റുകൾ, ഇത് കസ്റ്റമറിൻ്റെ കട്ടൻസ് ഉണ്ട്. അവരുടെ മാറ്റുകളുണ്ട്, ടോയ്ലറ്റ് മാറ്റ്സ് ഉണ്ട്. കുറേ കട്ടൻസ് വാഷ് ചെയ്യാനായിട്ട് കസ്റ്റമറിൻ്റെ വന്നിട്ടുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ എടുക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ ഇതേപോലത്തെ മാറ്റിൻ്റെ വർക്കും കാർപ്പറ്റിൻ്റെ വർക്ക്, അതുപോലെ തന്നെ കട്ടൻ്റെ വർക്കുകൾ മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഈ വർക്കുകളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന വർക്കുകളാണ്. നമ്മുടെ ചുമ്മാ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രയർ ഓൺ ആയിക്കോട്ടെ.
നമുക്ക് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഡ്രയർ ഓഫ് ചെയ്താണ്. ഡ്രയറിൻ്റെ അകത്ത് ഇപ്പോൾ ബെഡ്ഷീറ്റുകൾ, ഹോട്ടൽ റൂംസിൻ്റെ ബെഡ്ഷീറ്റുകൾ കിടക്കുന്നുണ്ട് ഉണക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കമ്പനിയുടെ അകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നാളെ നമുക്ക് കുറച്ച് വർക്കുകൾ എടുക്കാൻ പോകാനുണ്ട്. അപ്പോൾ ഇത്രയും വർക്ക് ലോഡ് ഇവിടെ വന്ന് കിടക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ വർക്ക് ഇവിടെ കൊണ്ടുവരാത്തതാണ്. നമുക്ക് വർക്ക് എടുത്തുകൊണ്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന സമയത്ത് നമുക്ക് വർക്ക് കൊടുക്കുകയും വേണമല്ലോ. അപ്പോൾ ഈ വർക്കുകളൊന്ന് സൈഡാവാൻ വേണ്ടിയിട്ട്, ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ഈവൻറ്റ്സ്, ഹോട്ടൽ റൂംസ്, അങ്ങനെയുള്ളവരുടെ ഡെക്കറേഷൻ ടീംസ്, കാറ്ററിംഗുകാർ, അങ്ങനെയുള്ളവരുടെ വർക്കുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സംബന്ധമായിട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ബൾക്കായിട്ട് വർക്ക് ഉണ്ടെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിന് പുറത്തും പോയിട്ട് വർക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, കോട്ടയം എടുത്തിട്ടുണ്ട്. കോട്ടയൊക്കെ നേരത്തെ മുതൽ എടുക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ലോഡ് വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി അവിടെ വന്ന് പിക്കപ്പ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.